എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം ബോൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ആയിരക്കണക്കിന് രൂപ വിലയുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങും. പക്ഷെ പിള്ളേരല്ലേ അതിനെ ഉടനെ തന്നെ ശരിയാക്കി തരും. പിന്നീട് അത് വീട്ടിലൊരു മൂലയ്ക്കായിരിക്കും അതിന്റെ സ്ഥാനം. ഒടുവിൽ അത് ആക്രിക്കാരന്റെ കയ്യിൽ ചെല്ലും. ഇങ്ങനെ ഓരോ വീടുകളിലും വളരെ വിലപിടിപ്പുള്ള നൂറുകണക്കിന് കളിപ്പാട്ടങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. പക്ഷേ ഇതിനൊരു ഡോക്ടർ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ആനയറ ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. ലോർഡ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് അനിൽ ചേട്ടന്റെ ടോയ് കിങ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെയാണ് എല്ലാ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളുടെയും നല്ലൊരു റിപ്പയറിങ്ങും സർവീസും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അല്ലെങ്കിൽ മറന്നുപോകും. നമസ്കാരം അനിൽ ചേട്ടാ. അപ്പോൾ നമുക്ക് ഈ കടയുടെ വിശേഷങ്ങളെ കുറിച്ച് ചേട്ടൻ തന്നെ ഒന്ന് സംസാരിക്കും. അപ്പോൾ എന്താണ് ചേട്ടൻ്റെ ഈ കടയുടെ പ്രത്യേകത? നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെ കളിപ്പാട്ടങ്ങളുടെ റിപ്പയറിംഗ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ തന്നെ ഒന്ന് സംസാരിക്കാം. എൻ്റെ പേര് അനിൽ ബാബു എന്നാണ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങി 2012 സ്ഥാപനം തുടങ്ങിയത്. ഞാൻ ഈ പണി പഠിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങാൻ പഠിച്ചത്. പുതിയത് വാങ്ങാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പഠിച്ചത് പണിയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം. ഇപ്പോൾ മാന്യമായ രീതിയിൽ ഇപ്പോൾ വർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ടൈപ്പ് വാഹനങ്ങളും ടോയ്സും മുന്നോട്ട് ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ ഇതുവരെ ദൈവം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് 2012 മനോരമയിലെ ഒരു സാറിൻ്റെ അച്ഛൻ വന്നൊരു ന്യൂസ് കൊടുത്തായിരുന്നു. അത് കണ്ടതിന് ശേഷം ആദ്യം കേരളത്തിലാണ് ന്യൂസ് വന്നത്. ചെറുതായിട്ട് BS രാജേഷ് സാർ കൊടുത്ത ന്യൂസാണ് ആദ്യമായിട്ട് വന്നത്. അത് അങ്ങനെ 2012 ന്യൂസ് കൊടുത്ത് അങ്ങനെ കട ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു മനോരമയിൽ സാറിൻ്റെ അച്ഛൻ വന്നൊരു വണ്ടി നന്നാക്കിയതിന് ശേഷം ഒരു ന്യൂസ് കൊടുക്കും. വാഹനങ്ങൾ നന്നാക്കും, എന്നാൽ പണിക്കൂലി അല്പം കൂടുതലാണെന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. ആ ന്യൂസ് കണ്ടതിന് ശേഷം ഇത്രയും പേര് ഇവിടെ വരാൻ, ഇത്രയും പത്രങ്ങൾ ഇവിടെ വരാൻ, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മഴവിൽ മനോരമ, ഇത്രയും ചാനലുകാർ അന്ന് തന്നെ ഇവിടെ വരും. മഴവിൽ മനോരമ ഷൂട്ട് ചെയ്യും. ഹിന്ദു കൂടുതലും ന്യൂസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫോട്ടോ ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും ആ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വർക്കിന് ഇന്ന് വരെ ഒരു ഭംഗിയില്ലാതെ ബുദ്ധിമുട്ടില്ല പോകണം. എങ്കിലും ഇനിയും ധാരാളം പേരിൽ ചേട്ടൻ്റെ ന്യൂസ് എത്താനുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ താങ്കളെ കൂടുതലായി തിരുവനന്തപുരത്തുകാരെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഈ നമ്മുടെ ഇതൊക്കെ ശരിക്കും ഈ ഇലക്ട്രോണിക്സ് വരുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ ഇതിലൊക്കെ, നമ്മുടെ ചൈനയിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെയുള്ള ഇതിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. 100% പാർട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചൈനയായിട്ടുള്ള ഈ പ്രശ്നത്തിന് ശേഷം ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടും സാധനങ്ങൾ വിലയും കൂടി. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ചൈനയായിട്ടുള്ള ഇത് ഉണ്ടായപ്പോൾ തന്നെ 15% വില കൂട്ടിയിട്ടുണ്ട്. അതവർ നേരത്തെ റിപ്പോർട്ട് ചെയ്യും, വില കൂട്ടുമെന്ന് പറയുകയും ചെയ്തു. വില കൂടുതലായിട്ടാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും വളരെ സാങ്കേതികമുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ എന്റെ കഴിവല്ല. എന്തായാലും ശരി തന്നെ അത് ഇതുവരെ റെഡിയാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്? ഇതെല്ലാം സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഏത് ടൈപ്പിലുള്ളതാണ്? കുട്ടികളാണോ അതോ മുതിർന്നവരാണോ കൂടുതലും ഈ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? 90% അപ്പൂപ്പനമ്മയാണ്. അതൊരു വളരെ പ്രത്യേകതയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആണ് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങുന്നത്. കാരണം അവരെല്ലാം ഇപ്പോൾ അവരുടെ പൈസ ഇപ്പോൾ മക്കൾക്കും ആർക്കും വേണ്ടാത്തതുകൊണ്ട് ചെറുമക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചിട്ട് പിള്ളേരുടനെ തന്നെ ഇതിനെ റെഡിയാക്കിയാൽ അവർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. ഈ കൂടുതൽ ഈ തല്ലി പൊട്ടിക്കുന്നതാണ് അതോ ഇതിന്റെ യന്ത്രഭാഗങ്ങൾക്കാണോ കൂടുതൽ കേടുപാട് വരുന്നത്? പിള്ളേർ ഉപയോഗിച്ച് തന്നെയാണ് കൂടുതൽ കേടാവുന്നത്. അല്ലാതെ പിന്നെ കൂടുതൽ കേടാവുന്ന ഇത് ഒതുക്കി വെക്കും. ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഇത്രയും വലിയൊരു കാറ് വാങ്ങിച്ചിട്ട് അന്ന് കൊച്ചു ഓട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഒതുക്കി വെക്കും. മോള് കട്ടൻ ബർത്ത്ഡേ കയറ്റി മുഴുവൻ എലി നിന്നോളൂ. പിന്നെ ഇതിന്റെ ബോർഡും കംപ്ലൈന്റും എല്ലാം കംപ്ലൈന്റ് ആയി. അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് കേടായ നമുക്ക് സങ്കടം ഇല്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളും അങ്ങനെയുള്ള സോൾഡറിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ബോർഡ് എല്ലാത്തിനും ഓരോ ബോർഡുണ്ട്. എല്ലാത്തിനും ബോർഡുണ്ട്. സ്പീഡ് കൺട്രോൾ ബോർഡുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഹൗസിംഗ് ഉണ്ട്. എല്ലാ സാധനവും അവൈലബിൾ ആണ്. ഓക്കെ.
പിന്നെ ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താള് മെഡിസിൻ പഠിക്കുന്നു, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ, ഇപ്പോൾ സെക്കൻഡ് ഇയർ. ഇന്നലെ തൊട്ട് ക്ലാസ് തുടങ്ങി, ഇന്നലെ വന്ന് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ +2 ആണ്. അത് അങ്ങനെ പോകുന്നു. അപ്പോൾ SP ബോർഡിലെ നേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കട കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ട് തന്നെ ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടല്ലോ. ആദ്യം തുടങ്ങിയ സമയത്ത് 2012-13 കാലഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞാൻ പ്രൈവറ്റ് ബസ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഈ കടയിൽ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തു. എന്നാലും സ്ഥാപനം പൂട്ടണ്ട എന്നൊരു ആഗ്രഹം. ശരിക്കും ഇത് ഈ ജോലി ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കും അതിന് വേണ്ടത്. കാരണം നമ്മളൊരു തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത കൂടി അങ്ങനെ വേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉപയോഗിക്കാൻ നമ്മളെ കൊച്ചിന് ഉപയോഗിക്കാൻ പറ്റാത്ത പല സാധനങ്ങൾ ഇന്ന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വേറെ സ്റ്റാഫൊന്നുമില്ല, എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇത് പഠിക്കാനായിട്ടൊക്കെ ആരെങ്കിലും താല്പര്യപ്പെടുന്നില്ല. താല്പര്യപ്പെടാത്ത കാര്യത്തിൽ ഇതിൽ ഒരു സാധനവും പെട്ടെന്ന് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോർഡ് വന്നെങ്കിൽ പോയാൽ നമ്മളൊന്ന് ഓർഡർ കൊടുത്ത് വരുമ്പോഴത്തേക്ക് താമസിക്കും. കാര്യം ഇത് രാജസ്ഥാനിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞ് വരുമല്ലോ. നമ്മൾ ഓർഡർ ചെയ്യണം, അത്രേ ഉള്ളൂ. സാധനം അവർ തരും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഈ തിരുവനന്തപുരത്ത് പിന്നെ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്? തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട്? മാത്രമല്ല, തിരുവനന്തപുരത്ത് അടുത്ത ജില്ലയിൽ നിന്ന് വരെ സാധനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ദൂരം വന്നത് ഞാൻ ഇത് വാങ്ങിയാണ്, മെഷീൻ വാങ്ങിക്കാനായിട്ട്. അത് എടുത്തിട്ട് അല്ല, ടൂൾസും മറ്റു സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ വെച്ച് ഒരു അപ്പൂനെ പരിചയപ്പെടുത്തി. ആ കട പോണത് എൻ്റെ അടുത്തൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വന്നൊരു കാറ് വണ്ടി ഫോട്ടോ കാണിച്ച് നന്നാക്കി കൊടുക്കാൻ ഏറ്റു. അപ്പോൾ അവർ 1 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു, 2000 രൂപയാണ് റെഡി ആയില്ലെങ്കിലും. ഞാൻ പറഞ്ഞു 2000 ബെറ്റ് കേട്ടാ, നന്നായില്ലെങ്കിൽ ഞാൻ 2000 രൂപ തരും. അങ്ങനെ കൊണ്ടുവന്നു. നന്നാക്കി എത്ര രൂപ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1500 രൂപ. അതേ 2000 500 രൂപ തരുന്നത് ചേട്ടാ. മാന്യമായി പറഞ്ഞാൽ ഇനി ഞാൻ 1500 രൂപ തരേണ്ടതാണ്. മറ്റത് പന്തയം കെട്ടിയ പൈസ ചേട്ടൻ തന്നു. അങ്ങനെ. അതുകൊണ്ട് 2000 ഞാൻ പറയല്ല, എനിക്ക് 2000 മതി. ഞാൻ 2000 തന്നെ എനിക്ക് 1500 രൂപ. അതല്ല, അതിരിക്കട്ടെ, നമ്മൾ പന്തയം കെട്ടിയ പൈസ തരണ്ടേ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം തന്നത്. അപ്പോൾ അതൊരു വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു സ്വയം നമ്മൾ ഈ തൊഴിലിൽ തന്നെ കിട്ടിയൊരു വലിയ നിമിഷമാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഈ ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ചാനലിന് വേണ്ടി ഇത്രയും ചേട്ടൻ്റെ ഒരു വിലപ്പെട്ട ഈ പണി തിരക്കിനിടയിൽ കൂടി തന്നെ നമ്മളോടൊരു ഇങ്ങനൊരു വീഡിയോയ്ക്ക് സഹകരിച്ച ചേട്ടന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വളരെ താങ്ക്സ്. ഇതെല്ലാവരും കണ്ട് എൻ്റെ സ്ഥാപനത്തിൽ ഇനി കൂടുതൽ വർക്കുകൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന്, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ധാരാളം ചേട്ടനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഈ കാഴ്ച കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനിൽ ചേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള ഏത് തരത്തിലുള്ള കളിപ്പാട്ടമായാലും ശരിയാക്കാൻ പറ്റാതെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ അനിൽ ചേട്ടനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഈ കളിപ്പാട്ടങ്ങളുടെ ഇത്രയും നല്ലൊരു ഡോക്ടർ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ട്രിവാൻഡ്രം പൾസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു കാണാ കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.